ജെസ്റ്റൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കൊച്ചി 27ാം ഡിവിഷനിൽ നവീകരിച്ച സെന്റ് ജോൺ പാട്ടം പാർക്ക് ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചി നഗരസഭ 27ാം ഡിവിഷനിലെ ADSL പകൽവീട്, അങ്കണവാടി, നവീകരിച്ച സെന്റ് ജോൺ പാട്ടം പാർക്ക് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. സെന്റ് ജോൺ പാട്ടം പാർക്കിൽ വെച്ച് മേയർ M. അനിൽകുമാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. 50 ലക്ഷം വികസന ഫണ്ടിൽ നിന്നാണ് ചെലവഴിച്ചതെങ്കിൽ പിന്നെ ഒരു 23 ലക്ഷം, 25 ലക്ഷം, 75 ലക്ഷം രൂപയോളം ഈ ലൈറ്റും സംവിധാനങ്ങളും ഒക്കെയായി ഈ പാർക്കിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ഞാൻ കൗൺസിലറെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഡെപ്യൂട്ടി മേയർ കഴിഞ്ഞ ഒരു ഡിവിഷനിൽ ഒരു പരിപാടിക്ക് പറഞ്ഞു, ചില ആൾക്കാരുടെ പരിപാടി എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ വന്നിട്ട് ഇവിടെ മാത്രമല്ല നടക്കുന്നതെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തെറ്റാണത്. ഇപ്പൊ 1ാം ഡിവിഷനിലെ പാർക്ക് കണ്ടെങ്കിൽ കിട്ടും. ആന്റിപുരിത്ര മനസ്സിലായില്ലേ? കണ്ടില്ലേ? ചിൽഡ്രൻസ് പാർക്ക് മാറിയ മാറ്റം കണ്ടോ? അവിടുത്തെ ഫുട്പാത്തിൽ കിടന്ന് ഉറങ്ങാൻ ഞാൻ ഇന്നാൾ പറഞ്ഞു. കാനയുടെ മുകളിൽ കിടന്ന് ഉറങ്ങാൻ. ചടങ്ങിൽ കൗൺസിലർ ബെനഡിക്ട് ഫെർണാണ്ടസ് സ്വാഗതം പറഞ്ഞു. തുടർന്ന് അത് തികയില്ല എന്ന് ഞാൻ ബഹുമാനപ്പെട്ട MLA യോട് സൂചിപ്പിച്ചു. ആ MLA 5 കോടി രൂപയാണ് ഒരു വർഷത്തെ ആസ്തി ഫണ്ട്. എവിടെ തൊട്ട് ചെല്ലാനം മുതൽ മാലക്കട വരെ ഫോർട്ട് കൊച്ചി വരെ, ഫോർട്ട് കൊച്ചിന്ന് കുമ്പളങ്ങി അറ്റം വരെ പോകണം. ആകെ കിട്ടുന്നത് ഒരു വർഷം 5 കോടിയാണ്. പക്ഷേ വിദ്യാഭ്യാസത്തിൽ ഊന്നൽ നൽകിക്കൊണ്ട് 1,70,00,000 കൂടി അഡീഷണലായി ആസ്തി ഫണ്ടിൽ നിന്ന് അനുഭവിച്ചപ്പോൾ ഇന്ന് കാണുന്ന EMGHS വെളി സ്കൂൾ അത്ര വലിയൊരു കെട്ടിടം. KJ മാക്സി MLA അധ്യക്ഷത വഹിച്ചു. തീരെ കാടൊക്കെ പിടിച്ച് മോശമായി കിടക്കുന്ന അവസ്ഥയാണ്. രാത്രി പട്ടികളുടെ ശല്യം, സാമൂഹിക വിരുദ്ധന്മാരുടെ ശല്യം, അങ്ങനെ ഈ പ്രദേശവാസികൾക്ക് ഈ പാർക്ക് കൊണ്ട് ഭയങ്കര ദുരിതമായിരുന്നു. അതാണ് ഇന്ന് ഏറ്റവും നല്ല ഒരു വലിയ പാർക്കും മറ്റ് സംവിധാനമായിട്ട് ഈ പ്രദേശത്തെ, ഈ ഡിവിഷനിലെ ഈ സെന്റ് ജോൺ പാട്ടം പ്രദേശത്തുള്ള ഒരു വലിയ പാർക്കായി നമുക്ക് ഉയർത്താൻ കഴിഞ്ഞത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ധാരാളം പേരുണ്ട്. ആവശ്യമായ ഫണ്ട് മേയർ കൊടുത്തു, കോർപ്പറേഷൻ കൊടുത്തു. നന്നായി ഈ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങളുമായിട്ട് കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് ഇതിൻ്റെ പുറകെ നടന്നു. അതൊക്കെ വലിയൊരു കാര്യമാണ്. അത് വലിയൊരു ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്തിൽ സുന്ദരമാക്കാൻ കഴിഞ്ഞത് മനസ്സിലാക്കുന്നത്. ഡെപ്യൂട്ടി മേയർ K. അൻസിയ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ V. ശ്രീജിത്ത്, CA ഷക്കീർ, CD വത്സലകുമാരി, TK അഷ്റഫ്, സനൽ മോൻജെ, വർക്ക്സ് കമ്മിറ്റി സ്ഥിരം സമിതി ചെയർപേഴ്സൺ സീന ടീച്ചർ, ടാക്സ് ആൻഡ് അപ്പീൽ കമ്മിറ്റി സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാലിനി കുറുപ്പ്, PR ഇനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.